ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു. ടേക്ക് എ വെക്കേഷൻ എവറി ഡേ എന്നാണ്. എല്ലാ ദിവസവും ഒരു വെക്കേഷൻ എടുക്കാനാണ് പറയുന്നത്. ഇതെങ്ങനെ പോസിബിളാവും? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വായിക്കാൻ ശ്രമിച്ചത്. ഓരോ ദിവസവും വെക്കേഷൻ എടുക്കാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയും ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാ ദിവസവും കഴിയുമ്പോഴൊക്കെ നിങ്ങൾ വിശ്രമിക്കുക. കഴിയുമ്പോഴൊക്കെ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുന്നതിന് മുമ്പേ വിശ്രമിക്കുക. ഒരു ക്ഷീണം നിങ്ങൾക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ക്ഷീണം അനുഭവപ്പെടാൻ നിൽക്കരുത്. നമ്മളെല്ലാവരും എങ്ങനെയാണ്? ഒരുപാട് ഓടി തളർന്നിട്ടാണ് നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഓടുക, പക്ഷെ തളരാതെ നോക്കുക. തളരുന്നതിന് മുമ്പ് റെസ്റ്റ് എടുക്കുക. ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങളുടെ മനസ്സിലൊന്ന് കുറിച്ചിടുക. നമ്മൾ എപ്പോഴാണോ നമ്മൾ ഫറ്റീഗ്ഡ് ആകുന്നത്, അതായത് ക്ഷീണിക്കുന്നത്, അത് മാനസികമായാലും കൊള്ളാം ശാരീരികമായാലും കൊള്ളാം, അപ്പോൾ നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാവും, വറിയുണ്ടാവും. ഈ സ്ട്രെസ്സും വറിയും ഒഴിവാക്കാനാണ് നമ്മൾ പറയുന്നത് ക്ഷീണം അനുഭവപ്പെടുന്നതിന് മുമ്പേ റെസ്റ്റ് എടുക്കണം. ഒരു ജോലി നമ്മൾ ചെയ്യുന്നു, ജോലി ചെയ്യണം, എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം, നമ്മൾ നടക്കണം, നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് തോന്നുകയാണ് ഇനി അല്പം റെസ്റ്റ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിനെ വർക്കും റെസ്റ്റുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു വെക്കേഷൻ എടുക്കാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു വേർഷൻ പറയുന്നത് ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ 1 മണിക്കൂർ കൂടെ ആഡ് ചെയ്യൂ എന്നാണ്, കൂട്ടൂ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിന് 1 മണിക്കൂർ നിങ്ങൾ അധികമായിട്ട് നൽകൂ. സോ ദാറ്റ് നമ്മുടെ ജീവിതം വളരെ ക്ഷീണമില്ലാതെ സ്ട്രെസ് ഇല്ലാതെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, ഞാൻ പറഞ്ഞത് തന്നെയാണ്, റെസ്റ്റ് എടുക്കുക. അതായത് ക്ഷീണിക്കുന്നതിന് മുമ്പ് റെസ്റ്റ് എടുക്കുക. എല്ലാ ആളുകളും ചെയ്യുന്നത് ക്ഷീണം വന്നതിന് ശേഷം റെസ്റ്റ് എടുക്കണം. അത് ചെയ്യരുത്. വർക്കിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുക്കുക. നമ്മൾ കുറേ വർക്ക് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, എന്നിട്ട് വീണ്ടും വർക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ മയക്കം, അത് ഒരുപാട് റിസർച്ച് ഞാൻ ഇതിൻ്റെ കൂടെ നോക്കി. ഒരുപാട് റിസർച്ച് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒരു മയക്കം നല്ലതാണെന്നാണ് പറയുന്നത്. 1 മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റ്, ആ ഒരു ഈവനിങ്, ഉച്ചയ്ക്ക് ഒരു മയക്കം, വൈകിട്ട് ഒരു മയക്കം, കുറേ കഴിഞ്ഞ് ഓടി നടന്നതിന് ശേഷം വന്ന് ചെറുതായിട്ടൊന്ന് കിടന്നൊന്ന്, ഈ മയക്കങ്ങൾ ഒരു വെക്കേഷൻ പോയിന്റിൽ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരുപാട് വർക്ക് ചെയ്തിരുന്ന, ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം പറഞ്ഞത് വളരെ ക്ഷീണിക്കുകയും മാനസികമായി തളരുകയും ഹോപ്പ്ലെസ്നെസ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് ടോണിക്കുകളും ഒരുപാട് മരുന്നുകളും ഒരുപാട് തരത്തിലുള്ള എക്സസൈസുകളും എല്ലാം ചെയ്തിട്ട് പോലും കിട്ടാത്ത ഒരു സമാധാനം അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിൽ നിന്ന്, അതായത് ഒരു സൈക്കോളജിക്കൽ കോച്ച് കൊടുക്കാൻ സാധിച്ചു. അദ്ദേഹം ഇത്രയേ പറഞ്ഞുള്ളൂ, ക്ഷീണിക്കുന്നതിന് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് അല്പം ഒന്ന് മയക്കത്തിലേക്ക് പോവുക, എന്നിട്ട് വീണ്ടും നിങ്ങൾ ജോലി ചെയ്ത് തുടങ്ങുക. ഒരു 6 മിനിറ്റ്, 7 മിനിറ്റ്, 8 മിനിറ്റ് നമ്മൾ ഉറങ്ങിയാൽ മതി ഇടയ്ക്കിടയ്ക്ക്. അത് ഭയങ്കരമായ ടോണിക്കിൻ്റെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ ലൈഫ് ഒരു നേരത്തെ ഉറക്കം, നേരത്തെ എണീക്കൽ, ഇത് പണ്ടേ ആളുകൾ പറയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ വന്ന് നമ്മൾ കിടന്ന് റിലാക്സ് ചെയ്ത് രാത്രി 2 മണിയായി ഇപ്പോൾ ആളുകളുടെ ഒരു ഉറക്കം. ഇത് ഇവർ തീർത്തും പറയുന്നത് അത് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ ഒരുപാട് ദോഷമായിട്ട് ബാധിക്കുന്നത് കൊണ്ട് നേരത്തെ ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു വെക്കേഷൻ തന്നെയാണ്. യു ആർ ഗോയിങ് ഇൻ ടു എ ഡീപ്പ് സ്ലീപ്പ് മീൻസ് നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ റിപ്പയറും നടത്താൻ നിങ്ങളെ സഹായിക്കും. നമ്മുടെ ഫറ്റീഗ് തീർക്കുന്നത് ഉറക്ക സമയത്താണ്. അപ്പോൾ ദീർഘമായ ഉറക്കം രാത്രിയാണെങ്കിലും ഇത് മേക്കപ്പ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഉച്ചമയക്കം, ഈവനിങ്ങിലുള്ള മയക്കമൊക്കെ നിങ്ങളെ സഹായിക്കുമെന്നും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനൊരു വെക്കേഷൻ എല്ലാ ദിവസവും നൽകാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ ചെറിയ റെസ്റ്റ് വലിയ വർക്കിൻ്റെ ഇടയിലൂടെ ചെയ്തതുകൊണ്ടാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ശ്രമിച്ചു.